ജയിലിലെ തടവ് പുള്ളികളുടെ പ്രതിദിന വേതനം അടുത്തിടെയാണ് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചത്. കേൾക്കുന്നവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വർധനവാണ് ജയിൽ പുള്ളികൾക്ക് സർക്കാർ വരുത്തിയിരിക്കുന്നത്. പ്രതിദിനം പരമാവധി ഒരു തടവ് പുള്ളിക്ക് നേരത്തെ ലഭിച്ചിരുന്നത് 168 രൂപയായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് 620 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് ഏതാണ്ട് 2.5 ഇരട്ടിയോളം വർധനവാണ് ജയിൽ പുള്ളികൾക്ക് വേതനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ വേതന വർധന നടപ്പിലാക്കിയിരിക്കുന്നത്. ജയിലിലെ തൊഴിലെടുക്കുന്ന ആളുകളെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് എന്നീ 3 വിഭാഗങ്ങളെ തിരിച്ചുകൊണ്ട് അൺസ്കിൽഡ് വിഭാഗത്തിന് 530 രൂപ പ്രതിദിനം, സെമി സ്കിൽഡ് വിഭാഗത്തിലുള്ളവർക്ക് 560, സ്കിൽഡ് വിഭാഗത്തിലുള്ള തൊഴിലാളികൾക്ക് 620 എന്നിങ്ങനെയാണ് വേതന വർധന സർക്കാർ നടപ്പിലാക്കി. കഴിഞ്ഞ 9-ാം തീയതി അതിന്റെ ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സർക്കാരിന് ആരോടാണ് പ്രതിബദ്ധത എന്ന ചോദ്യം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾക്കറിയാം, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ അവർക്ക് ദിവസവേതനത്തിൽ ഒരു വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 250 ദിവസത്തിലധികമാണ് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പന്തല് കെട്ടി ആശാ വർക്കർമാരായിട്ടുള്ള സ്ത്രീകൾ അവിടെ സമരം ചെയ്തത്. മുഖ്യമന്ത്രി രാവും പകലുമെല്ലാം അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങിയിട്ടും ഒരു ദിവസം പോലും ഈ സമരക്കാരെ വിളിച്ച് ചർച്ച ചെയ്യാനോ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനോ തയ്യാറായില്ല. സമരത്തിനിടയ്ക്ക് ആരോഗ്യമന്ത്രിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു സമിതിയെ നിയോഗിച്ചു. അവർ റിപ്പോർട്ട് നൽകി. എന്നാൽ ആ റിപ്പോർട്ടിൽ ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന യാതൊരു ശുപാർശകളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കാര്യത്തിലും അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായത്. എന്തായാലും അവരെയൊക്കെ തന്നെ അവഗണിച്ച സർക്കാരാണ് ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളികൾക്ക് വലിയ രീതിയിലുള്ള ഒരു പരിഗണന നൽകിയിരിക്കുന്നത്. ഇതിന് സർക്കാർ കാരണമായിട്ട് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് എന്നൊക്കെയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായത്. ആ നിർദ്ദേശത്തിൽ കോടതി പറയുന്നത് ഈ ജയിൽ പുള്ളികൾക്ക് അവർക്ക് മാന്യമായിട്ടുള്ള ഒരു വേതനം നൽകണമെന്നാണ്. കാരണം ജയിൽ പുള്ളികൾ അവർക്ക് ജയിലിൽ ജോലി എടുക്കേണ്ടി വരും. അവർക്ക് ജോലി നിഷേധിക്കാൻ കഴിയില്ല, അവരുടെ മൗലിക അവകാശമാണ്. അത്തരത്തിൽ അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുമ്പോൾ അതിന് മതിയായിട്ടുള്ള ഒരു വേതനം കൊടുക്കണം, അത് മാന്യമായ ഒരു വേതനം നൽകണമെന്നാണ് കോടതി പറയുന്നത്. അല്ലാതെ ഇത്ര തുക കൊടുക്കണം എന്നൊരു നിർദ്ദേശം കോടതി പറയുന്നില്ല. ഒരു മിനിമം വേതനം കോടതി അങ്ങനെ നിർദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഇത് വിവാദമാകുമ്പോൾ സർക്കാർ പറയുന്നത് അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെയാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജയിൽ ഉപദേശക സമിതി, ഒരു ജയിൽ അഡ്വൈസറി കമ്മിറ്റി, അത് സർക്കാരിന് ഒരു ശുപാർശ കൊടുത്തിരുന്നു. ജയിൽ DGP കൊടുത്ത ഒരു ശുപാർശയിൽ പറയുന്നത് ഇവരുടെ മിനിമം വേതനം 350 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ്. നിലവിൽ അത് 168 പരമാവധി. എന്നാൽ ആ 350 എന്നുള്ള ശുപാർശ അത് വെട്ടിക്കളഞ്ഞിട്ട് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണത് 620 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നത്. ജയിലിലെ തടവ് പുള്ളികൾക്ക് അവർക്ക് അവരുടെ അന്തസ്സിനെയും ഒക്കെ തന്നെ ബാധിക്കുന്ന തരത്തിൽ അന്തസ്സോടെ അവർക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു വർധനവ് നടപ്പിലാക്കുന്നത്. നമുക്ക് നോക്കണം, ആശാ വർക്കർമാർക്ക് പരമാവധി പ്രതിമാസം ലഭിക്കുന്ന തുക വെച്ച് നോക്കുമ്പോൾ അവർക്ക് പ്രതിദിന വേതനം 400 രൂപ മാത്രമാണ്. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഒരു ദിനം കിട്ടുന്നത് 369 രൂപയാണ്. അതുപോലെ തന്നെ കശുവണ്ടി തൊഴിലാളിക്ക് ഏതാണ്ട് 538 രൂപയും കയർ തൊഴിലാളിക്ക് 438 രൂപ. അങ്ങനെയാണ് സാധാരണ തൊഴിലാളികൾക്ക് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് എല്ലുമുറിയെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കൊക്കെ കിട്ടുന്ന വേതനം അത്തരത്തിലാണ്. അവിടെയാണ് പല കുറ്റകൃത്യങ്ങളും ചെയ്തുകൊണ്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്ക്, അവിടെ ജയിലിനകത്ത് അവർക്ക് മറ്റെല്ലാ സൗകര്യങ്ങളുമുണ്ട്, ആഹാരമുണ്ട്, വസ്ത്രം ലഭിക്കുന്നുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്. ആഹാരത്തിൽ തന്നെ അവർക്ക് ഇതുപോലെ തന്നെ ഓരോ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള ആഹാരം അവർക്ക് ഓരോ ദിനവും കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്ന സമയത്താണ് അവർക്ക് ജയിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന ജോലിക്ക് 620 രൂപ എന്ന് പറയുന്ന വലിയൊരു പ്രതിദിന വേതനം അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് പൊതുസമൂഹത്തിൽ നിന്നുൾപ്പെടെ ഉയരുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് എന്തിനാണ് അവരുടെ പ്രയോറിറ്റി, ആരോടാണ് അവർക്ക് പ്രതിബദ്ധത കൂടുതൽ എന്നത് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ LDF-ന്റെ മുൻ കൺവീനറും CPM-ന്റെ സമുന്നതനായിട്ടുള്ള നേതാവുമായിട്ടുള്ള EP ജയരാജൻ വളരെ രസകരമായ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. പാവങ്ങളാണ് അവർക്ക് കൂട്ടിക്കൊടുക്കുന്നതിൽ ആർക്കാണ് ഇത്ര വിഷമം, അല്ലെങ്കിൽ ആരാണ് ഇത്ര വിവാദമാക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ വാർത്ത വിവാദമാക്കുന്നത്, അവർക്ക്
ജയിലിൽ സോപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാനില്ലേ, ആ പാവത്തങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്നൊക്കെയാണ് ഈ ചിറ്റപ്പൻ പറയുന്നത്. അദ്ദേഹം എവിടെ വെച്ചാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നതെന്നും സംസാരിക്കുന്നതും ഓർത്ത് നമുക്ക് ലജ്ജ തോന്നിപ്പോവുകയാണ്. ഒരു CPM-ന്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ് ഇത്തരത്തിൽ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആശാവർക്കർമാരുടെയോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയോ കാര്യത്തിൽ നിന്ന് ഇത്ര വലിയ ആശങ്കയിൽ ആശാവർക്കർമാരുടെ സമരത്തെയൊക്കെ തന്നെ CPM അങ്ങേയറ്റം പുച്ഛിച്ച് തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഒരു നേതാക്കളാണ് ഇപ്പോൾ ജയിൽ പുള്ളികളുടെ കാര്യത്തിൽ അവർ പാവങ്ങളാണ്, അവർ പാവത്തുങ്ങളാണ്, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ വേതന വർധനവിനെ ന്യായീകരിക്കുന്നത് എന്നത് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇതിന്റെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് ജയിലിൽ കിടക്കുന്ന പുള്ളികളിൽ, തടവ് പുള്ളികളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കഠിന ശിക്ഷ ഏറ്റുവാങ്ങി കിടക്കുന്ന തടവ് പുള്ളികളിൽ പരമാവധി അല്ലെങ്കിൽ കൂടുതലും ഭൂരിപക്ഷവും CPM-ന്റെ പ്രവർത്തകരോ നേതാക്കളോ അനുഭാവികളോ ഒക്കെ തന്നെയാണ്. ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു മുൻ ജഡ്ജി ഇരുന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ തങ്ങളുടെ പാർട്ടി അണികളായിട്ടുള്ള അവിടെ ഒക്കെ തന്നെ പ്രതികളായി കിടക്കുന്ന കേസുകളുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിന് നിലവിൽ ഇപ്പോൾ പാർട്ടിയാണ് ഒരു സഹായം എത്തിച്ചു കൊടുക്കുന്നത്. അത് പാർട്ടിക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും നല്ലൊരു തുക അതിനാരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സർക്കാരിന് മറ്റ് ചെലവൊന്നുമില്ല, പാർട്ടിക്ക് മറ്റ് ചെലവൊന്നുമില്ല. അപ്പോൾ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നെടുക്കുന്ന കാശ് അത് അവർക്ക് ധൂർത്തടിക്കാൻ അല്ലെങ്കിൽ ഈ ജയിൽ പുള്ളികൾക്ക് വലിയ ഒരു വരുമാനം ഉണ്ടാക്കുന്ന തരത്തിൽ അവരുടെ പ്രതിദിന വേതനം വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിട്ട് ജയിലിൽ കിടക്കുന്ന N വാസുവും CPM-ന്റെ മുൻ MLA-യും ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടൊക്കെ തുടരുന്ന പത്മകുമാർ, ഒപ്പം തന്നെ N വിജയകുമാർ ഒക്കെ കൂടാതെ അത് അവരുടെ കൂട്ടാളിയായിട്ടുള്ള സ്വന്തം സഹചാരിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് ജയിലിൽ നിന്നുകൊണ്ട് നന്ദി പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇവരൊക്കെ വരും ദിനങ്ങളിൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കേണ്ട കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ അവരൊക്കെ തന്നെ ഭാവിയിൽ ജയിലിലേക്ക് പോയി ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ഇതേപോലെ ജോലി എടുക്കുമ്പോൾ അവരൊക്കെ തന്നെ ആ സമൂഹത്തിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് അന്തസ്സോടെ ജീവിക്കാൻ അല്ലെങ്കിൽ അന്തസ്സായ ഒരു മാന്യമായ ഒരു വേതനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPM ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഈ തടവ് പുള്ളികളുടെ വേതനം 350 ജയിൽ DGP പറഞ്ഞപ്പോൾ അതൊന്നും പോരാ, അവിടെ നിന്നും കുറച്ചുകൂടെ ഒക്കെ അധികം വേണം, 600 രൂപയിലധികം വേണമെന്ന് പറഞ്ഞുകൊണ്ട് 620 രൂപയാക്കി മുഖ്യമന്ത്രി അത് വെട്ടിത്തിരുത്തി 620 രൂപയാക്കി വർദ്ധിപ്പിച്ചതിന്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് പിടികിട്ടുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ പറയുന്നത്. ഇത്തരത്തിൽ N വാസുവും പത്മകുമാറും വിജയകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ തന്നെ ഇങ്ങനെ ജയിലിൽ കിടക്കുകയാണ്. അവര് വരും കാലങ്ങളിൽ ഇതേപോലെ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന മുൻ ദേവസ്വം പ്രസിഡന്റുമാരും ഒപ്പം തന്നെ മുൻ ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരൊക്കെയുണ്ട്. അവരൊക്കെ ഈ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവരും ഒരുപക്ഷെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കും മാന്യമായ ഒരു വേതനം നൽകേണ്ട ബാധ്യത പാർട്ടിക്കുണ്ടല്ലോ. അത് പാർട്ടിയുടെ ഫണ്ടിൽ നിന്നെടുത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭാവിയിലെ തങ്ങളുടെ നേതാക്കൾക്ക് ഉണ്ടാകാവുന്ന ഒരു ജയിൽവാസം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ് എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു ദീർഘവീക്ഷണം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൂടുതൽ പാർട്ടി നേതാക്കളൊക്കെ തന്നെ വരും കാലങ്ങളിൽ വരും ദിനങ്ങളിലൊക്കെ ജയിലറയ്ക്കുള്ളിലേക്ക് പോയി അവര് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് എന്ന മുഖ്യമന്ത്രിക്ക് നല്ലൊരു ബോധ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളുകൾ, തങ്ങളുടെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, മന്ത്രിസ്ഥാനങ്ങളൊക്കെ വഹിച്ചവര്, പ്രമുഖമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ച, സമൂഹത്തിൽ ഉന്നത പദവികളിലൊക്കെ ഇരുന്ന, സമൂഹത്തിൽ മാന്യമായ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന, ബഹുമാനിതരായിരുന്ന ആൾക്കാരൊക്കെ തന്നെ വീണ്ടും ജയിലിലേക്ക് പോയി അവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർക്ക് മാന്യമായിട്ടൊരു വേതനം, ഈ പറയുന്ന 168 രൂപയൊക്കെ വെച്ച് വേതനം കൊടുത്താൽ അവർക്ക് എന്താകാനാണ്? ഒരു മാസം 168 രൂപയൊക്കെ കഴിഞ്ഞാൽ 5000 രൂപയിൽ താഴെ മാത്രമേ അവർക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്നും പോരാ, ഒരു 18,600 രൂപ പ്രതിമാസം അവർക്ക് ലഭിക്കുന്ന തരത്തിൽ ഉള്ളൊരു വർധനവ് ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും ആശിച്ചു പോയതിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ആ കാശ് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ആണ് എന്നതാണ് വളരെ ഖേദകരമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആശാവർക്കർമാര്, തൊഴിലുറപ്പ് തൊഴിലാളികള്, കശുവണ്ടി തൊഴിലാളികള്, കയർ തൊഴിലാളികള് ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾക്ക്, സാധാരണ തൊഴിലാളികൾക്ക് അവർക്കൊക്കെ തന്നെ വളരെ പരിമിതമായിട്ടുള്ള
500-ൽ താഴെ കൂലിയൊക്കെ ദിനംപ്രതി ലഭിക്കുന്നിടത്താണ് ഓരോ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് പോയി കിടക്കുന്ന ഈ പറയുന്ന ജയിൽ പുള്ളികൾക്ക്, ജയിൽ എന്ന് പറയുന്ന ഒരു കറക്ഷണൽ സെന്ററായിട്ടാണ് ജയിലിനെ കണക്കാക്കുന്നത്. അവിടെ അവർക്ക് തങ്ങളെ സ്വയം നവീകരിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ വലിയ, അവിടെ ജയിലിലേക്ക് ചെല്ലുമ്പോൾ പുറത്തേക്കാൾ വലിയ സൗകര്യമാണ് ജയിൽ കിട്ടുന്നത് എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാകുമ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള കുറ്റവാസനകൾക്ക് ആളുകളെ പ്രേരിപ്പിക്കുമോ എന്ന ഒരു സംശയം ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി രസകരമായ ട്രോളുകളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വെറുതെ വഴിയെ പോകുന്നവരൊക്കെ തന്നെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറി ജയിലിൽ പോകാനായിട്ട് ഓരോ കുറ്റങ്ങളും ചെയ്യുന്ന തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ ഇതിനെ ട്രോളിക്കൊണ്ട് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് പൊതുസമൂഹം പോകുന്ന, അല്ലെങ്കിൽ ജയിലാണ് കുറച്ചുകൂടി നല്ലത്, എന്തെങ്കിലും കുറ്റം ചെയ്താലും പ്രശ്നമില്ല, ജയിലാണ് കുറച്ചുകൂടി നല്ലത്, ജയിലിലെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാം എന്നൊക്കെ പുറത്തു നിൽക്കുന്നവർക്ക് തോന്നുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള നടപടികൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എത്രത്തോളം നല്ലതാണ്, ഗുണകരമാണ് എന്നത് സർക്കാർ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വർധനവ് 620 രൂപ എന്നുള്ള വർധനവ്, അതിൽ ഒരു പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന CPM നേതാക്കള്, ഇനിയിപ്പോൾ ജയിലിൽ പോകാനായിട്ട് സാധ്യതയുള്ള CPM നേതാക്കള്, LDF നേതാക്കള് ഒക്കെ തന്നെ വലിയ രീതിയിൽ ആശ്വസിക്കുന്നുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ, ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ അവിടെ വെറുതെ ആകില്ല, മാന്യമായ ഒരു ശമ്പളം തങ്ങൾക്ക് കിട്ടും എന്നുള്ള വലിയൊരു ആശ്വാസം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ ഈ പറയുന്ന N വാസുവും പത്മകുമാറും ഒപ്പം തന്നെ N വിജയകുമാറും ഒക്കെ മുഖ്യമന്ത്രിക്ക് ജയിലിലിരുന്നു കൊണ്ട് തൊഴുതു പിടിച്ചുകൊണ്ട് നന്ദി പറയുകയാണ്. തങ്ങൾക്ക് ഒരു നല്ലൊരു ശമ്പളം ഒപ്പിച്ചു തന്ന മുഖ്യമന്ത്രിക്ക് തീർത്താൽ തീരാത്ത നന്ദി അവർ പറയുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള ഒരു അടക്കം പറച്ചിൽ.